ആസിഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് മുഖം വേണ്ടടാ. എനിക്ക് വേണ്ടത് നിന്റെ ജയിൽവാസം തന്നെയാണ്. ആസിഡ് അല്ല, പച്ചവെള്ളോ, നല്ല തെളിഞ്ഞ പച്ചവെള്ളം. മോളെ ഇപ്പോ മോളുടെ മനസ്സിൽ ആരായിരുന്നു എന്ന് പറയട്ടെ. അത് മോളുടെ അമ്മയല്ല, മറ്റൊരാളാ. ജീവൻ ബലി കൊടുത്തും മോളെ രക്ഷിക്കാൻ തയ്യാറായ ഒരാൾ. പപ്പ പറഞ്ഞത് ശരിയാ. എങ്ങനെ അമ്പാടിയെ ഓർക്കാതിരിക്കും? ആ കുപ്പിയിലുണ്ടായിരുന്നത് ആസിഡ് ആയിരുന്നെങ്കിലും പിന്നെ അമ്പാടിയുടെ മുഖം കാണുമായിരുന്നോ? അയാൾ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേന്ന് അറിയില്ല. അത് സിമ്പിൾ സൈക്കോളജിയാ മോളെ. അയാൾക്ക് വേണം. അങ്ങനെ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന പൂവാലനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പപ്പ. പൂവാലനല്ല, മോളെ പരിചയപ്പെട്ട നിമിഷം മുതൽ അമ്പാടിയുടെ ഉള്ളിൽ മോള് കയറിയിട്ടുണ്ട്. അയാൾ കാക്കിയിടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനാ, ഇന്റലിജന്റുമാണ്. അങ്ങനെയുള്ള ഒരാള് മോളെ ശരിക്കും പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അയാളിപ്പോ മോൾക്ക് ആപത്തൊന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ പോട്ടെ, മോളുടെ നിലപാടെന്താ? മോൾക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത ഒരാളോട് ഇപ്പൊ ഒരു താല്പര്യം തോന്നുന്നുണ്ടോ? അമ്പാടിയെ എനിക്ക് അല്ലെങ്കിലും ഇഷ്ടമാ. അയാളോട് താല്പര്യക്കുറവ് തോന്നേണ്ട കാര്യം എന്താ? മനസ്സ് വേണ്ടാന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്. അതിനെയാ പ്രണയം എന്ന് പറയുന്നത്. ഞാൻ പപ്പയോട് പറഞ്ഞതാ അതിലേക്കൊന്ന് സംസാരം പോവരുതെന്ന്. എന്നെ ഒരാൾക്കും പ്രണയത്തിൽ തളച്ചിടാൻ പറ്റില്ല. ഒരാളെ കുറിച്ച്, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഒരുപാട് നേരം ചിന്തിക്കുകയാണെങ്കിൽ അതിനെ ആ പേരിട്ട് വിളിക്കാം. ഇത് അവസാനം ഒരു വഴക്കില്ലേ കലാശിക്കൂ. മോളെ, വഴക്കിടാനൊന്നും ഞാനില്ല. മോൾ എന്തെങ്കിലും കണ്ടെത്തുന്ന പയ്യൻ മോളുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതിന് ജാതി മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മോള് കണ്ടെത്തുന്ന ആള് മികച്ച ആളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തൽക്കാലം ഞാൻ അങ്ങനെ ആരെയും കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നില്ല. മോളുടെ മനസ്സുകൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്താലേ അത് നടക്കൂ. എന്റെ മനസ്സ് എനിക്കറിയാം. അതിലേക്ക് അമ്പാടി എന്ന കരട് കയറാതിരുന്നാ കൊള്ളാം. പപ്പയും ഇങ്ങനെ തുടങ്ങല്ലേ. അമ്മ, അമ്പാടി രണ്ടുപേരും ഇപ്പം മോളുടെ ഒരുപാട് സമയം കളയുന്നുണ്ട്. അമ്മയാണതിൽ കൂടുതലും. എങ്കിലും അതിലൊരു കാൽഭാഗം അമ്പാടി കൊണ്ടുപോകുന്നുണ്ട്. അയാളും അങ്ങനെ തന്നെയാ. മോളെ ഒരു ദിവസം ഒരിക്കലെങ്കിലും കാണണമെന്ന് അമ്പാടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. അതും കർത്താവിന്റെ തീരുമാനം മോളെ. എന്നുവെച്ചാ മോൾ അപകടത്തിലൂടെയാ മുന്നോട്ട് പോകുന്നതെന്ന് കർത്താവിനറിയാം. ചുറ്റിലും ശത്രുക്കളാണെന്നും. അതുകൊണ്ട് ഇതുപോലൊരു കരുത്തന്റെ നോട്ടം ആവശ്യമാണ്. അതിനുവേണ്ടി കർത്താവ് അയച്ചതാ അമ്പാടിയെ. ഇനി അതേ കർത്താവ് തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തുചേരേണ്ടി വരും.
അയ്യോ, അതിന് എന്റെ നേരെ കണ്ണുരുട്ടണ്ട. കർത്താവിനോട് പരാതി പറഞ്ഞാ മതി. അച്ഛാ, ചേച്ചി പെട്ടെന്നൊരു കല്യാണത്തിന് തയ്യാറാവില്ല എന്നല്ലേ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നാലേ ചേച്ചിക്ക് ഉണ്ടൊരു ലവർ. ഒരിക്കലും സംഭവിക്കില്ല. സത്യം അച്ഛാ, ഇന്ന് കോളേജിൽ ഒരു സംഭവം ഉണ്ടായി. അമ്മ അതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞു. ഒരു പയ്യൻ രക്ഷിച്ച കഥയും പറഞ്ഞു. അല്ലെങ്കിലും ചേച്ചി രക്ഷപ്പെട്ടേനെ. അവൻ കൊണ്ടുവന്നത് വെറും പച്ചവെള്ളോ. പക്ഷെ അങ്ങനെ രക്ഷിക്കാൻ വന്ന പയ്യനാ ചേച്ചിയുടെ കാമുകൻ. അലീനെ അങ്ങനെ പ്രേമിക്കുന്ന ടൈപ്പാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനും അങ്ങനെ തന്നെ അച്ഛ കരുതിയിരുന്നേ. എന്നാല് അയാളെ പറ്റി പറയുമ്പോ ചേച്ചിയുടെ മുഖത്തുണ്ടാവുന്ന ഭാവമാറ്റം അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചതാ. ഇത്രയും താല്പര്യത്തോടെ ഒരു ചെറുപ്പക്കാരെയും പറ്റി ഇതുവരെ ചേച്ചി സംസാരിച്ചിട്ടില്ല. എന്താ അവന്റെ പേര്? അമ്പാടി. അമ്പാടി അർജുനൻ. അമ്പാടി. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പുരാണത്തിലായിരിക്കും. എന്തായാലും പുരാണത്തിലെ അർജുനനെയും കർണനെയും പോലെ ഒരു കഥാപാത്രം. ഏതാണ്ട് ചേച്ചിയെ പോലെ സ്വഭാവമുള്ള ഒരാള്. അത് പറ. അതുകൊണ്ടാ മോളുടെ ചേച്ചിക്ക് അയാളെ കുറിച്ച് ഇത്ര മതിപ്പ്. സ്വന്തം ജീവൻ കളഞ്ഞുപോലുവാ ചേച്ചിയെ രക്ഷിക്കാൻ ശ്രമിച്ചത്. പച്ചവെള്ളത്തിന്റെ സ്ഥാനത്ത് ആസിഡ് ആയിരുന്നെങ്കിൽ അയാളുടെ മുഖം പിന്നെ കാണില്ലായിരുന്നു. എന്റെ പോലും ഹാർട്ട് നിന്നു പോകുന്ന സമയമായിരുന്നു അത്. എന്തായാലും അയാളെ എനിക്കൊന്ന് കാണണം, അഭിനന്ദിക്കണം. പറ്റുവാണെങ്കിൽ ചേച്ചിക്ക് വേണ്ടി ഒന്ന് ആലോചിക്കാൻ വേണം. ദേ, അതൊക്കെ ചേച്ചിയോട് ചോദിച്ചിട്ട് മതി. ഒരാളെ പ്രേമിക്കുന്നു പറഞ്ഞാ പുള്ളിക്കാരിക്ക് ഭയങ്കര ഫീലിങ്സാ. ഒരാണിന്റെ മുമ്പിൽ മനസ്സ് കീഴടങ്ങി എന്നൊക്കെ പറയുന്നത് ഒരു അപമാനം പോലെയാ. നമുക്ക് വേണ്ടി ഒരാള് ജീവൻ പണയം വെച്ച് നടക്കുമ്പോ അവരെ ആരായാലും സ്നേഹിച്ചു പോവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. മോളുടെ മുത്തശ്ശിക്ക് കുറച്ചു ദിവസമായിട്ടൊരു പരാതിയുണ്ട്. അലീനയ്ക്ക് 10-26 വയസ്സായി, എന്നിട്ടും ഒരു കുടുംബത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലാന്ന്. അത് ശരിയാ. പകയും പ്രതികാരവും മാത്രമല്ല ജീവിതം. അവിടെ ഒരു കുടുംബം കൂടി വേണം. ഭർത്താവ് വേണം, കുട്ടികൾ വേണം. പിന്നെ അപകടത്തിലൂടെ കടന്നു പോകുന്നോണ്ടാ മോളുടെ ചേച്ചി അതേപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത്. ചേച്ചിക്ക് നല്ല ചേർച്ചയാ. അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണോ അച്ഛാ? അലീന പീറ്റർ എന്ന പേര് കേൾക്കുമ്പോ അമ്പാടി അർജുന്റെ വീട്ടുകാർ സമ്മതിക്കോ? അലീന പീറ്റർ നീരജ മഹാദേവിന്റെ മോളാണെന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റൂ. ആദ്യം അവര് തമ്മിലുള്ള ഇഷ്ടം കൺഫേം ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാം. ഏതായാലും മോളുടെ മുത്തശ്ശി ഒന്ന് കാണാം. ചൂടാറുന്നതിന് മുമ്പ് ഇതൊന്ന് പറയാം. മോള് പറഞ്ഞത് ശരിയാ. അലീനയ്ക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാ അമ്പാടി. മോളെ പലതവണ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എന്നുവെച്ച് അവര് തമ്മിൽ അപർണമോള് പറയുന്നത് പോലെ ഒരിഷ്ടമുള്ളതായൊന്നും എനിക്കറിയില്ല. ആ പയ്യനെ അമ്മയ്ക്കറിയോ? എനിക്ക് മാത്രമല്ല, മഹിക്കും അറിയാം. ആവണിശ്ശേരിയിലെ മേജർ അർജുനന്റെ ഭാര്യ ദ്രൗപദി ഇല്ലേ? ആ, ദ്രൗപദി ചേച്ചിയുടെ മകനാണ് ഈ അമ്പാടി. അയ്യോ, അവനായിരുന്നോ? ആ വീടുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. എന്തായാലും എന്നേക്കാൾ പരിചയം മഹിക്ക. അതെ, എന്റെ അമ്മയുടെ വീടിന്റെ അടുത്താ ദ്രൗപദി ചേച്ചിയുടെ വീട്. അവരടുത്ത കൂട്ടുകാരാ. അവനെ ഞാൻ കൊച്ചുപരുവത്തിൽ കണ്ടതാ. ഇപ്പൊ അവൻ എന്തിനും പോന്നൊരു പയ്യനാ. അലീന മോളുടെ മറ്റൊരു പതിപ്പ്. അവര് തമ്മിൽ ചേരുമെങ്കിൽ ഒന്ന് ആലോചിച്ചാലോ? എനിക്ക് പൂർണ്ണ സമ്മത. എന്നാൽ മോളുടെ അനുവാദം ഇല്ലാതെ ആലോചിക്കാനൊന്നും പോണ്ട. അങ്ങനെ പോയിട്ട് അവസാനം മോള് നമ്മളെ കുറ്റപ്പെടുത്തിയാലോ? ആ, കവടിയാർ ഭാഗത്തോ മറ്റോ അല്ലേ ദ്രൗപദി ചേച്ചി താമസിക്കുന്നത്? അതെ, ഇലക്ഷന്റെ സമയത്ത് ഞാൻ അവിടെ പോവായിരുന്നു. എനിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പരിചയമുള്ള വീടുകളിലൊക്കെ വരികയും ചെയ്യായിരുന്നു. നല്ല തന്റെയുള്ള കൂട്ടത്തിൽ അവര്. അമ്മയുടെ അച്ഛന്റെയും തന്റെയിടം അതിന്റെ ഇരട്ടിയായിട്ട് മോന് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റയാനാണെന്നാ അലീനമോള് പറയുന്നത്. അമ്പാടിയെക്കുറിച്ച് സംസാരിക്കുമ്പോ അവളുടെ മുഖത്തെ മാറ്റം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അലീനമോൾക്ക് അയാളോട് വലിയ മതിപ്പാണെന്ന്.
അലീനയുടെ ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊരാളെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. പിന്നെ ജീവിതത്തിൽ അമ്മയില്ലാത്തതിന്റെ വേദന ഒരുപാട് അറിഞ്ഞ കൂട്ടത്തിലാ. അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെയും പ്രാർത്ഥന ആഗ്രഹമൊക്കെ അത് തന്നെയാ. എന്നാൽ മോളുടെ ആഗ്രഹം മറ്റൊന്നാ, ആ 3 പേരുടെ നാശം. അത് കണ്ടെങ്കിൽ മാത്രമേ മോള് സ്വന്തം കാര്യത്തെപ്പറ്റി ചിന്തിക്കൂ. അമ്മ പറഞ്ഞ പോലെ മോൾക്കതൊക്കെ മറന്നുകൂടെ? എത്രയോ തവണ ഞാൻ അതേപ്പറ്റി പറഞ്ഞു. എന്നാൽ ഫലമില്ല മഹി. വിനയനെയും മൂർത്തിയെയും അവള് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തയാളെ തേടി നടക്കുക. 3 കണ്ടു കഴിഞ്ഞ ഏത് രീതിയിൽ അവരെ തകർക്കണമെന്ന് മാത്രമാണ് മോളുടെ ചിന്ത. അതിനൊപ്പം മോളെ ഇല്ലാതാക്കണമെന്ന് അവരും ചിന്തിക്കില്ലേ? അവിടെയാ അമ്പാടിയെപ്പോലൊരു ചെറുപ്പക്കാരന്റെ പ്രസക്തി. ഏതായാലും അടുത്ത് പരിചയമുള്ള വീടാണല്ലോ. ഞാൻ അവിടം വരെ ഒന്ന് പോവാം. ദ്രൗപദി ചേച്ചിയെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഒന്ന് പരിചയം പുതുക്കി വെക്കാം. ചിലപ്പോ ഭാവിയിലെ മരുമകൻ അവൻ തന്നെ ആയാലോ. ശരിയമ്മേ. അല്ല, ആരാ? താനാരാ? ഞാനിവിടെ അടുത്തുള്ളതാ. അമ്പാടി ഫ്രണ്ടാ. സാറേതാ? ഞാനൊരു ഫാമിലി ഫ്രണ്ടാ. ആ മഹാദേവനല്ലേ അത്? നോക്കണ്ട, ഞാൻ തന്നെ. വാ. എത്ര കാലമായി മഹാദേവനെ കണ്ടിട്ട്? അവസാനമായി വന്നത് അർജുനേട്ടൻ മരിച്ചപ്പോഴാ. പിന്നെ ഇടയ്ക്കൊക്കെ വരണോന്ന് കരുതും, സമയം കിട്ടാറില്ല. വാ ആ ഇരിക്കെ. അറിയോ ആളെ? അറിയാതിരിക്കാൻ എന്താ, അച്ഛന്റെ അടുത്ത സുഹൃത്തല്ലേ. ഇയാൾ ഒരുപാടങ്ങ് വളർന്നു പോയല്ലോ. അച്ഛനെ പോലെ തന്നെയായിരുന്നു മോനും. കുട്ടിക്കാലം മുതലേ ആരെയും കൂസാത്ത ആളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞു. മുൻ മേയർ സുലേഖ എന്റെ അമ്മയമ്മയാ. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു അങ്കിൾ. എടാ, മേയർ ഇവിടെ വന്നപ്പോ ഇവര് തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്ക് ഫാമിലിയും കൂട്ടി ഇങ്ങോട്ട് വരണം. എങ്കിലേ വീട്ടിലുള്ളവരെ വഴിവെച്ച് കണ്ടാൽ ഇവരൊക്കെ തിരിച്ചറിയൂ. ഏതായാലും കുറെ നാൾ കൂടി വന്നതല്ലേ, ഞാൻ ചായ എടുക്കാം. നിങ്ങൾ സംസാരിച്ചിരിക്കെ. അലീനയുടെ ബോഡിഗാർഡാണല്ലേ? നീ പോയേ, എന്തേലും കേട്ടാ മതി. അത് മനസ്സിൽ നിൽക്കില്ല, പാടി നടക്കും. ശരി ശരി, നടക്കട്ടെ. ഞാൻ ടീച്ചറിന്റെ ബോഡി ഗാർഡാണെന്നുള്ള വിവരം ടീച്ചറിന് പോലും അറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. അല്ല, ടീച്ചർ ശരിക്കും അങ്കിളുടെ മകളാ. അങ്കിളിനൊരു മോളുണ്ടെന്നറിയാം. അത് ടീച്ചറാണോ? എനിക്കൊരു മോളുണ്ട്, അപർണ. അവളെ പഠിപ്പിക്കുന്ന ടീച്ചറാ അലീന. അമ്പാടി പിന്നാലെ പോകുമ്പോ കണ്ടിട്ടില്ലേ അലീനയ്ക്കൊപ്പം ഒരു പെൺകുട്ടിയെ? അതാ എന്റെ മോള്. ഓ, മനസ്സിലായി. പിന്നെ ടീച്ചർ മോളാണെന്ന് പറഞ്ഞത്? എനിക്ക് മോളെ പോലെ അലീന. അവളെന്നെ അച്ഛാന്നാ വിളിക്കുന്നത്. ഒരുപാട് ദുരൂഹതയുള്ള പെൺകുട്ടിയാണല്ലോ ഈ ടീച്ചർ. അതെ, അലീനയ്ക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. എങ്കിലും കണ്ണടച്ച് വിശ്വസിക്കാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹൃദയം കൊടുക്കുന്ന പെൺകുട്ടിയാ. അങ്ങനെയുള്ള അലീനയെ അമ്പാടി പിന്തുടരുന്നതും ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതും വലിയ കാര്യമാ. ഒരു പെൺകുട്ടികളും എന്നെ സ്വാധീനിച്ചിട്ടില്ല ഇതുവരെ.
എന്നാൽ ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് കുറച്ചൊക്കെ ആരാധന തോന്നുന്നത്. ഒരു വല്ലാത്ത ക്യാരക്ടർ. ഒരു വശത്ത് സ്നേഹം, ദയ, മറുവശത്ത് പക, പ്രതികാരം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്പാടിക്ക് അലീനയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതിനെന്തിനാ ഞെട്ടിയത്? ഈ പ്രായത്തിൽ അതൊക്കെ സാധാരണയാണ്. മനസ്സിൽ എന്തെങ്കിലും താല്പര്യം തോന്നിയാൽ അത് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. അയ്യോ, ചതിക്കരുത്. അമ്മ ഇത് കേൾക്കാനായിട്ടിരിക്കുക. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ടീച്ചറോട് ഇതൊന്നും പറയല്ലേ, അറിഞ്ഞ മോശമാ. അങ്ങളെ അമ്മ വരുന്നുണ്ട്, പ്ലീസ് ഒന്ന് പറയല്ലേ. എന്താ ഇവൻ പറയുന്നേ? അല്ല, അമ്പാടിയുടെ കല്യാണമൊന്നും ആയില്ലേന്ന് ചോദിക്കായിരുന്നു. എന്ത് ചെയ്യാനാ മഹാദേവ, പറഞ്ഞു മടുത്തു. മുറപ്പെണ്ണ ഒരാളുണ്ട്, അവളെ വേണ്ടാന്നും പറഞ്ഞ് നടക്കുക. എന്നാ നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോ ആ പെൺകുട്ടി ഒന്ന് പോയി കാണാൻ പറഞ്ഞാലോ, പിന്നെ ഇവിടുന്നൊരു മുങ്ങല. മഹാദേവന്റെ കയ്യിൽ നല്ല പെൺകുട്ടികൾ വലുതും ഉണ്ടോ എന്ന് ചോദിച്ചാ നോക്കട്ടെ. ചേച്ചിയുടെ മരുമകളായി വരുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തോളാ. എവിടെയോ അങ്ങനെ ഒരാളുണ്ട്. അയാള് സമയമാവുമ്പോ ഇങ്ങെത്തും. ചായ കുടിക്ക. നിർത്ത്. അമ്മേ, മോളോ? കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഡ്രസ് എടുക്കാനാണോ? അച്ഛനും മോൾക്കും ഞാൻ ഡ്രസ് എടുക്കുന്നതാ ഇഷ്ടം. പിന്നെ എനിക്ക് 1-2 സാരി വാങ്ങണം. എന്നാ പിന്നെ ഞാൻ കൂടി വരാം. സമയം ഉണ്ടാവോ? അമ്മയ്ക്കൊപ്പം ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ എത്ര തിരക്കും ഞാൻ മാറ്റിവെക്കും. അലീനയ്ക്ക് നല്ല കളർ സെൻസ് ആണല്ലേ? അത്രയ്ക്കൊന്നുമില്ല. അമ്മയ്ക്ക് വേണ്ട സാരിയൊക്കെ വേണമെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് തരാം. എന്നാ പിന്നെ പോവാം. എടാ, അങ്ങേര് വന്ന് അലീന ടീച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോ നീ നിന്റെ ഉള്ളിൽ ഇഷ്ടം തുറന്നു പറയണമായിരുന്നു. ഒരു 6-7 വർഷം മുമ്പ് എനിക്കൊരുത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ ഒരു പ്രേമലേഖനം കൊടുത്തിരുന്നു, ഞാൻ പോലും അറിയാതെ. അന്ന് കിട്ടിയ ഇടി ഓർമ്മയുണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പാ, അളിയന്റെ മനസ്സിലവളുണ്ട്. ലൈഫിൽ ഇന്നേ വരെ നീ ഇതുപോലെ ഒരു പെൺകുട്ടിയുടെയും പിന്നാലെ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ കൺട്രോള് പോവാണളിയാ. ഞാൻ മിക്കവാറും ഇതെല്ലാരെയും അറിയിക്കും. ചേച്ചിയോട് കാര്യം പറയട്ടോ. ഇനി പെണ്ണ് കാണലൊന്നും വേണ്ടല്ലോ. പെണ്ണ് ഇങ്ങോട്ട് വന്നാണല്ലോ അമ്മായിയമ്മയെ കണ്ടത്. അമ്മായിയമ്മയോ? ആ, നാളെ ആ കൊച്ചങ്ങനെ വിളിക്കണമല്ലോ കുഞ്ഞിന്റെ അമ്മയെ. ഞാൻ ആ ടീച്ചറിന്റെ പിന്നാലെ നടക്കുന്നതും ടീച്ചറിനെ സ്നേഹിക്കുന്നതും എനിക്ക് ആ ടീച്ചറിനോട് മുടിഞ്ഞ പ്രേമമുള്ളത് കൊണ്ടാണ്. നിർത്തണം. 24 മണിക്കൂറും നിനക്ക് ഇതേ ഉള്ളോ? ടീച്ചർ ഒരു നല്ല പെൺകുട്ടിയാ, ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവളാ. ടോണിയെ, ഇത് ഞരമ്പി മാത്രമല്ല, അസ്ഥിയിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ടീച്ചർ ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്നവരാ. ഞങ്ങളുടെ മൈൻഡ് ഒരുപോലെയാ. അങ്ങനെയുള്ളവരാണല്ലോ ഒന്നിക്കേണ്ടത്. എനിക്ക് ടീച്ചറോട് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല. എന്നാൽ ടീച്ചർ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏത് നിമിഷവും അവർക്കൊരു ആപത്തുണ്ടാവും എന്റെ മനസ്സ് പറയുന്നു. നീ വേറൊന്നും പറയണ്ട അമ്പാടി. ആ ടീച്ചർ ഒരു ദിവസം വിളിക്കാതിരുന്നപ്പോ നീ പെട്ട പാട് ഞങ്ങളൊക്കെ കണ്ടതാ. അതെ അതെ. ടീച്ചർ വിളിക്കാതിരിക്കുമ്പോ നെഞ്ചിനകത്തൊരാളലുണ്ടല്ലേ, ആ ആളലാ പ്രശ്നം, വില്ലൻ. അതിങ്ങനെ നെഞ്ചിനകത്ത് കിടന്നാൽ ശ്വാസം മുട്ടും. അതൊഴിവാക്കാൻ തുറന്നങ്ങ് പറയണം. ദാണ്ടേ, ഒരിക്കലും പെണ്ണ് തുടക്കം വിടത്തില്ല. അവർക്ക് മനക്കെട്ടി കൂടുതലാ. നമ്മൾ വേണം ധൈര്യമായിട്ട് തുറന്നങ്ങ് അടിക്കാൻ. എടാ, നീ അത് ചെയ്തില്ലെങ്കിൽ കർത്താവാണ് സത്യം. ഞാൻ ടീച്ചറോടും എല്ലാവരോടും കാര്യം പറയും.
നിന്റെ വീട്ടിലുള്ളവരെ ശരിക്ക് കണ്ടിട്ട് വേണം പറയാൻ. ശരി, നോക്കാം. നോക്കാം. ആഹാ, പോവാണോടാ? അല്ല, അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അമ്പാടി മോനെ, എന്നായാലും ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വന്നേ പറ്റൂ. അമ്മാവന്റെ മോളോടാണെങ്കിൽ കുഞ്ഞിന് ഒരു താല്പര്യവും ഇല്ല. എന്നാ പിന്നെ ഇതങ്ങ് ഉറപ്പിക്കൂ കുഞ്ഞെ. ശങ്കരമാമ പോയേ പോയേ. എന്നെ പറഞ്ഞു വിട്ടിട്ട് ആ കൊച്ചിനെ ഓർത്തോണ്ടിരിക്കാനല്ലയോ? നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പോയേക്കാവേ. ഞാൻ സഹായിക്കണോ? എന്നെ സഹായിക്കൊന്നും വേണ്ട. എല്ലാവരും കൂടെ ഉത്സാഹിച്ചിട്ട് എത്രയും പെട്ടെന്ന് അമ്പാടിയുടെ കല്യാണം ഒന്ന് നടത്തിയാ മതി. എനിക്ക് നിങ്ങൾ ചെയ്തു തരാവുന്ന ഏറ്റവും വലിയ സഹായം അതാ. ഞങ്ങള് പറഞ്ഞല്ലോ കുഞ്ഞിന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന്. അവനത് എന്നിട്ട് സമ്മതിക്കുന്നില്ലല്ലോ. ആരെങ്കിലും അത് സമ്മതിച്ചു തരുവോ? അമ്മമാരേത് നേരവും ഈ വിഷയം പറഞ്ഞ് ശല്യം ചെയ്യണം, എങ്കിലേ പിള്ളേരുടെ മനസ്സ് മാറൂ. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമുണ്ടെങ്കിൽ അവനെന്താ തുറന്നു പറഞ്ഞാല്? പറയും ചേച്ചി. പൊറുതി മുട്ടുമ്പോ അമ്പാടി കുഞ്ഞെന്ന് ഒരു ദിവസം ചേച്ചിയുടെ മുമ്പിൽ വന്ന് എന്ന് പറയും, കുഞ്ഞിഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാമെന്ന്. സമുദ്രമോൾക്ക് അവനെ വേണമെന്നും പറഞ്ഞ് നിൽക്കുക. സച്ചിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കത്തില്ല ചേച്ചി. മുറപ്പെണ്ണിനെ ഏതായാലും അമ്പാടി കുഞ്ഞ് കെട്ടത്തില്ല.